ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശമാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ മാവിലും ചെയ്തെടുക്കാം. ദോശമാവിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഇതിൽ പിന്നെ കാണിക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് എടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 എരിവുള്ള പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 നുള്ളോളം സാമ്പാറിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു കായപ്പൊടിയും ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായി തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുടാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 തവി മാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് കുത്തി നിറച്ച് ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ നല്ലെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കാരണം ഇത് 2 വശം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചിടുന്നത്. എന്നതിന് ശേഷം ഈ തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ അടിപൊളി ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാനും എന്താ മേലെ ഉള്ളതൊക്കെ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാനും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാനും ചുടുന്നത് ഇവിടെ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ഒത്തിരി അങ്ങോട്ട് കൂടിപ്പോവും. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ഊത്തപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂട് സാമ്പാറിൻ്റെ ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഇതിപ്പോൾ നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് ഇതുണ്ടാവില്ല, രസം ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്